നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആദ്യം തുടങ്ങുന്നത് ഈ നിലയിൽ തന്നെയാണ്. ശ്രീ ഉമ്മൻചാണ്ടി അനുസ്മരിക്കാതെ പോകുന്നത് ഒരു പുതിയ ടേണിംഗ് പോയിൻറ്റിൽ ഒട്ടും ഗുണമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചെറുപ്പകാലം മുതൽ ഒരുമിച്ച് വളർന്നു വന്നതല്ലേ, എത്രയോ അനുഭവങ്ങളുണ്ട്. ഈ ഭവനത്തിലെത്തുമ്പോൾ അതിൻ്റെ എല്ലാം ശരിയൊരു ഓർമ്മ നമ്മുടെ മനസ്സിലെത്തുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു കാലത്ത് ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല. ആ ഉമ്മൻചാണ്ടിയുടെ ഭവനത്തിൽ വന്ന് ഈ പുതിയ തുടക്കത്തിലേക്ക് പോകുന്നത് ഏറ്റവും അനുഗ്രഹകരമായിരിക്കും എന്നുള്ള ചിന്തയാണ് ഇവിടെ നിന്ന് വന്ന് പോകാൻ തീരുമാനിക്കാൻ കാരണം. നിശ്ചയമായിട്ടും അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് തന്നെ വന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത്. ചാണ്ടി എനിക്ക് എൻ്റെ ഒരു സഹോദരനാണ്. ഞങ്ങളൊരു ഉമ്മൻചാണ്ടിയുടെ മോൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിലെവിടെയാണ്, ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ സ്ഥാനമുള്ളൊരു വ്യക്തിയാണ് ശ്രീ ചാണ്ടി. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അമ്മയും വെച്ച് ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തെക്കാൾ അപ്പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ. എന്തായാലും പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാറ് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം നാളെ രാവിലെ എൻ്റെ പിതാവിൻ്റെ കല്ലറയിലോട്ടും വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കാണിക്കുന്നത് എന്താണ്, ഉമ്മൻചാണ്ടി എന്തായിരുന്നു അദ്ദേഹത്തിന് എന്നുള്ളതാണ്. കാരണം എൻ്റെ പിതാവ് സുഖമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് തിരക്കിയിരുന്ന ബാംഗ്ലൂർ വരെ വന്ന് അദ്ദേഹത്തെ കണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് സ്പീക്കറാവുമ്പോൾ ഞാൻ ഓർക്കുന്ന ആദ്യം അദ്ദേഹം അപ്പയോട് തന്നെയാണ് മന്ത്രിയാവുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ വകുപ്പ് ആഭ്യന്തരം ഉൾപ്പെടെ അപ്പ ഏൽപ്പിച്ച വ്യക്തിയാണ് തിരുവഞ്ചൂർ സാറ്. അത്രയ്ക്ക് ചേർന്ന് പ്രവർത്തിച്ച രണ്ട് നേതാക്കളാണ് ഇരുവരും. ഇന്ന് തിരുവഞ്ചൂർ സാറിന് എല്ലാ ആശംസകളും നേരുകയാണ്. അദ്ദേഹം കേരളത്തെ നയിക്കുവാൻ പോവുകയാണ്. എല്ലാ ആശംസകളും. അസംബ്ലിയുടെ നാഥൻ കേരളത്തിൻ്റെ കൂടി നാഥനാണ്. എല്ലാ ആശംസകളും സാർ. എനിക്ക് പണ്ടത്തെ ഒരു കാര്യം തിരുവഞ്ചൂരിൽ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിള്ളേർ പോകുന്ന തീരെ കൊച്ചാണ്. ഇപ്പം കുഞ്ഞിന് വരുന്ന പറഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തെ പുതുപ്പള്ളിയിലെ കരോട്ട് വള്ളക്കാർ വന്നപ്പോൾ ലൈറ്റൊക്കെ പോയി അപ്പേതി ഒന്ന് ഓർക്കും. ഞാനിപ്പോഴും പെട്ടെന്ന് ഓർത്തു. എനിക്കപ്പോൾ പിന്നെ പണ്ട് കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് നിങ്ങൾക്ക് പണ്ട് തുടങ്ങുന്ന കാലത്തൊക്കെ ആളില്ലാഞ്ഞിട്ട് അവിടെ പൂട്ടിയിട്ടൊന്നും